ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ പഴയ രുചിയോർമ്മയിലുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചലഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ബൈറ്റ് എന്ന ചാനലിലെ റഹീഷയാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാടൻ പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ പണ്ട് മുതൽ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന ഒരു സ്നാക്കാണ് പരിപ്പ് വട, ഉള്ളിവട, പഴംപൊരി. അങ്ങനത്തെ സ്നാക്കുകളൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബർഗർ, പിസ്സ, സാൻഡ്വിച്ച് അതൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ. പക്ഷേ ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ഒരു പഴയ രുചികളൊന്നും മറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന നമ്മുടെ ആ പഴയ പരിപ്പ് വട ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വടക്ക് വേണ്ട കടലപ്പരിപ്പ് ഞാനിവിടെ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. എന്നാൽ നമുക്ക് ഷേപ്പാക്കാൻ പറ്റും വേണം. പക്ഷേ ഇടയിൽ കടലപ്പരിപ്പ് ഇങ്ങനെ നമ്മൾ പരിപ്പോടെ പൊരിച്ച് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ണ് പോലെ നിൽക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. പിന്നെ ഈ ഒരു ചലഞ്ച് വീഡിയോയിൽ ഞാൻ 2 പേരെ കൂടി ടാഗ് ചെയ്യുന്നുണ്ട്. ഒന്ന് അമ്മ സീക്രട്ട് റെസിപ്പീസ് പറഞ്ഞ ചാനലും പിന്നെ ഐഷാസ് വേൾഡ് ബൈ ആമി പറഞ്ഞ ചാനലുമാണ്. അപ്പോൾ 2 ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലും കൂടി പോയി നോക്കിയിട്ട് അതിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് മുഴുവനും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, അല്പം ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചി. കാരണം പരിപ്പുവടയിൽ ഇഞ്ചി കടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സുഖം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ മുളക് പൊടിയും പിന്നെ അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം കയ്യിൽ വെച്ച് ഉരുട്ടി ഷേപ്പാക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. നന്നായിട്ട് പരത്തിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട കിട്ടുള്ളൂ. പിന്നെ പഴയ രുചിയോർമ്മകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. അന്നത്തെ നാടൻ വിഭവങ്ങളായ കപ്പ, ചമ്മന്തി അതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാവിലെ ഒരു രുചി എന്ന് പറയുന്നത്. പിന്നെ അന്നൊക്കെ ചായക്കടയിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ഉണ്ട ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള കുറച്ച് വലുപ്പമുള്ള ഒരു ഉണ്ട. പക്ഷേ ഇപ്പോഴൊന്നും അതൊന്നും ഏത് ചായക്കടയിലും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ പരിപ്പ് വട. സൈഡിലൊക്കെ ചെറുതായിട്ടൊരു വിള്ളലൊക്കെ വേണം, അപ്പോഴേ ആ ഒരു പരിപ്പ് വടയുടെ സ്റ്റൈലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ നാടൻ പഴയ സ്റ്റൈലിലുള്ള പരിപ്പ് വട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്